ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ബുദ്ധ സന്യാസിയുടെ മുൻപിൽ ഒരു വേശ്യയായ പെൺകുട്ടി വന്നു നിൽക്കുന്നു. അവൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരുപ്പ് പാവ പോലെ അയാളുടെ മുമ്പിൽ മുട്ടുകുത്തി അവൾ പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് 12 വയസ്സുള്ള എന്നെ മാതാപിതാക്കൾ ദാരിദ്ര്യം നിമിത്തം വ്യഭിചാരശാലയിൽ കൊണ്ടുവന്നാക്കിയതാണ്. അന്നു മുതൽ ഇന്നേ വരെ പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിവൃത്തികേടുകൊണ്ട് പാപത്തിൽ അടിമുടി കുളിച്ചു നിൽക്കുന്ന എന്നെ അങ്ങ് അനുഗ്രഹിക്കണം, എന്നോട് പൊറുക്കണം. സന്യാസി കരഞ്ഞുപോയി. അയാൾ അവളുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, സഹോദരി, ഞാൻ താങ്കളോട് ക്ഷമിക്കുകയല്ല വേണ്ടത്, താങ്കൾ എന്നോട് ക്ഷമിക്കുകയാണ് വേണ്ടത്. ഞാനും ഈ സമൂഹവും താങ്കളെ സംരക്ഷിക്കാതിരുന്നതിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങളാണ് വിലപിക്കേണ്ടത്. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇത്തവണ എൻ്റെ കയ്യിൽ. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് അദ്ദേഹമാണ് ഈ നിയമങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ അത് ക്രോഡീകരിച്ച് പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത്. മാതൃഭൂമി ബുക്സിൻ്റെ പുസ്തകം. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് സാമാന്യമായ ഒരു അറിവ് നൽകുന്ന ഈ പുസ്തകം അറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ കുട്ടികളെയൊക്കെ ദ്രോഹിക്കുന്നവർ സത്യത്തിൽ ദൈവത്തിൻ്റെ ചിത്രപ്പണികളിൽ കരിവാരി തേക്കുന്നവരെ പോലെയാണ്. എറിഞ്ഞുടക്കുകയാണ്. ഓരോ ചില്ലുപാത്രത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രജൈൽ, ഹാൻഡിൽ മീ വിത്ത് കെയർ. ചില്ലുപാത്രങ്ങളടങ്ങിയ ബോക്സിൽ സാധാരണ ഇതിൽ വരും അങ്ങനെ, ഫ്രജൈൽ, ഹാൻഡിൽ മീ വിത്ത് കെയർ. ഹാൻഡിൽ വിത്ത് കെയർ, അതായത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പൊട്ടി തകർന്നു പോകും. ഓരോ കുട്ടിയുടെ മുഖത്തും അവൻ്റെ ഭാവങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാചകം അത് തന്നെയാണ്. ഏയ് ഫ്രജൈൽ, ഹാൻഡിൽ മീ വിത്ത് കെയർ, എന്നെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. വെറുതെ എറിഞ്ഞുടച്ച് കളയരുത് എൻ്റെ ജീവിതത്തെ. എൻ്റെ സ്വപ്നം കടലെടുക്കാൻ, എൻ്റെ ജീവിതത്തെ കാറ്റെടുക്കാൻ അതിനിട വരുത്തരുത് എന്ന്. ഇനി നമ്മൾക്ക് ഇന്ത്യയിലേക്കൊന്ന് വരാം. കുട്ടികളുടെ രാഷ്ട്രമാണ് നമ്മളുടെ ഈ വലിയ രാഷ്ട്രം. ഇത് കുട്ടി രാഷ്ട്രമല്ല, പക്ഷെ കുട്ടികളുടെ രാഷ്ട്രം തന്നെയാണ്. കാരണം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 44.9 കോടിയാണ്. അതായത് ജനസംഖ്യയുടെ 44% നമ്മുടെ നാട്ടിൽ കുട്ടികളാണ്. ഇതിൽ 15.8 കോടി കുട്ടികൾ 6 വയസ്സിന് മാത്രം താഴെ പ്രായമുള്ളവരാണ്. 2001 ഇന്ത്യക്കാരൻ്റെ ശരാശരി പ്രായം 23 വയസ്സായിരുന്നുവെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനാവാത്ത യുവത്വത്തിൻ്റെ അനുഗ്രഹമാണ് ഭാരതത്തിന് ഉള്ളത്. യുവാക്കൾ, കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ രാജ്യം. എന്നാൽ ഈ രാജ്യത്തിൽ നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാണോ? ആദ്യം തന്നെ അവരുടെ സുരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള ചെറിയ ചിത്രമെങ്കിലും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ 3-ൽ 2 കുട്ടികളും ശാരീരിക പീഡനത്തിന് വിധേയരാക്കപ്പെടുന്നു. ഇതിൽ 55% ആൺകുട്ടികളാണ്. 3-ൽ 1 കുട്ടി വൈകാരികമായി പീഡിക്കപ്പെടുന്നു. 88.6% ശാരീരിക പീഡനവും രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നാണ്. വൈകാരിക പീഡനത്തിൻ്റെ 83% അവർ കാരണം തന്നെ. ഇനി ചില എക്സാജറേഷൻസൊക്കെ ഉണ്ട്. യൂറോപ്യൻ കൾച്ചറുമായിട്ട് സാമാന്യ ബന്ധം ഉണ്ടായിരിക്കുന്ന ഒരാളാണ് ഞാൻ. യൂറോപ്പിൽ ഒരു കുട്ടി ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ കൈകാലുകളിലൊക്കെ ചെറിയ നേർത്ത പാടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദ്യങ്ങളുടെ പ്രവാഹമാണ്. എങ്ങനെ ഈ പാടുവന്നു? ഏതെങ്കിലും തരത്തിൽ കുട്ടി പറഞ്ഞു പോയി, പാരൻസ് ആരെങ്കിലും ഒന്ന് പിച്ചി അല്ലെങ്കിൽ അടിച്ചു, അതുകൊണ്ട് പാടുവന്നു. പിന്നെ നിയമവും ജഡ്ജും എല്ലാവരും വന്നു കഴിഞ്ഞു. ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിനുള്ളിൽ അയാളുടെ പാവപ്പെട്ട പാരൻറ്റിനെ അറസ്റ്റ് ചെയ്ത് പ്രത്യേക റീഹാബിലിറ്റേഷൻസ് നടത്തുന്ന സെൻറ്ററിൽ അയാൾ അടച്ചെന്ന് വരാം. നമ്മളുടെ നാട്ടിൽ അല്പം ശിക്ഷാവിധികളൊക്കെ അനുവദനീയമാണ്. അതിനെ അതിവൈകാരികത കൊണ്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.
യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡാകാൻ ചില സമയത്ത് ക്രൂവലാവണമല്ലോ. അകത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ അല്പം ക്രൂവൽറ്റിയോടുകൂടി തന്നെ മുറിവുണ്ടാക്കി ക്യാൻസർ സെല്ലുകൾ എടുത്ത് മാറ്റി അവനെ സുഖപ്പെടുത്താനാവും. അതല്ല നമ്മളിങ്ങനെ സുഖപ്പെടുത്തുന്നു എന്ന മട്ടിൽ പുറത്ത് ലേപനം പുരട്ടിക്കൊണ്ടിരുന്നാൽ അകത്ത് ജീർണിച്ച കോശങ്ങൾ അവനെ ജീർണാവസ്ഥയിലേക്ക് കൊണ്ടുപോയി കൊന്ന് കളഞ്ഞെന്ന് വരാം. അതില്ലാതിരിക്കാൻ വേണ്ടി യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. പക്ഷേ ലോക രീതികളനുസരിച്ച് കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തൊടാൻ പോലും പാടില്ല എന്നാണ് യൂറോപ്യൻ അമേരിക്കൻ കൾച്ചറുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെത്രത്തോളം ശരിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും വൈകാരിക പീഡനവും മാനസിക ശാരീരിക പീഡനങ്ങളും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കൂടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ശരിയായിരിക്കാം. 65% കുട്ടികൾ ശാരീരിക ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങുന്നു. 53.22% കുട്ടികൾ ലൈംഗിക ചൂഷണത്തിനോ പീഡനത്തിനോ ഇരയാകുന്നു. അത്തരം സംഭവങ്ങളുടെ 5.6% മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 32.1% കുട്ടികൾ മദ്യമോ മയക്കുമരുന്നോ പരീക്ഷിച്ച് നോക്കിയവരാണ്. അവർ അതിൻ്റെ തിക്തഫലങ്ങൾ നേരിട്ടവരാണ്. ദിവസവും 2-3 യുവാക്കളെയെങ്കിലും കൗൺസിലിങ്ങിലൂടെ കാണുന്ന ഒരാളാണ് ഞാൻ. എന്നെ പേടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 6-ലോ 7-ലോ പഠിക്കുന്ന കുട്ടികൾ വരെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരായി മാറുന്നുണ്ട്. ക്ലാസ്സിൽ വരുന്ന പല കുട്ടികളുടെയും കൈവശം ഇഷ്ടം പോലെ ഡ്രഗ്സ് ഉണ്ട്. പല തരത്തിലും പല റേഞ്ചിലും ഉള്ള സാധനങ്ങൾ. അത് സ്നേഹത്തിൻ്റെ ഒരു തരം നിർബന്ധ ബുദ്ധിയോടുകൂടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആദ്യം സ്നേഹിച്ച് വശീകരിച്ച് കെണിയിലാക്കുക, കെണിയിൽ പിടഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പൈസ മേടിക്കുന്ന വിധത്തിൽ ഇരകളാക്കി മാറ്റുക. അവർ കക്കുകയോ കൊല്ലുകയോ ചെയ്യട്ടെ, പണം കൊണ്ടുവന്നാൽ സ്റ്റോക്ക് റെഡി എന്ന മട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളുകളിലുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് കൂടി ഒരു അവയർനെസ് ഉള്ളവരായി മാറണം എന്നൊരു ചെറിയ അപേക്ഷ എനിക്കുണ്ട്. ഇനി കുട്ടികളുടെ അവകാശങ്ങൾ. ഒന്നാമത്തെ അവകാശം, ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശമാണ്. സംരക്ഷിക്കപ്പെടുവാനുള്ള അൺകണ്ടീഷണൽ വേ ഓഫ് ഗിവിങ് ദം ഷെൽട്ടർ. ഈ സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ അവരെ അവരായി മാനിച്ചുകൊണ്ടുള്ള സംരക്ഷണയാണ് നൽകേണ്ടത്. അതായത് എൻ്റെ മൂഡനുസരിച്ച് ഇട്ട് തട്ടിക്കളിക്കാവുന്ന വെറും ഡോൾസ് അല്ല കുട്ടി എന്നർത്ഥം. ചില ആളുകൾ കരുതുന്നത് കുട്ടികൾ ഞങ്ങളിൽ നിന്ന് വന്നവരല്ലേ, അപ്പോൾ ഞങ്ങൾക്കിഷ്ടപ്രകാരം ഞങ്ങളുടെ കുട്ടികളെ ചെയ്യാൻ പറ്റും. അത് തെറ്റാണ്. നിയമപരമായി നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്കിഷ്ടമുള്ള വിധത്തിൽ തട്ടിക്കളിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ ശിക്ഷിക്കപ്പെടാം കുട്ടികളുടെ അവകാശങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ. ഇനി താത്വികമായി നോക്കിയാലും ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയരുത്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ നിന്ന് വന്നവരല്ല, നിങ്ങളിലൂടെ വന്നു. പക്ഷെ നിങ്ങളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ഖലീൽ ജിബ്രാൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ചിന്തകൾ കടമെടുക്കണമെന്ന് പറയരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട്. നിങ്ങളിലേക്ക് വളരണമെന്ന് പറയരുത്. അവർ മുന്നിലേക്ക് വളരേണ്ടവരാണ്, നിങ്ങളെ വിട്ടിട്ട്. ഒരുപക്ഷെ ഇതൊക്കെ അവർക്ക് സംരക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമാണ്. ചിലവരൊക്കെ സംരക്ഷണം നൽകി ഓവർ പൊസസീവായിട്ട് സ്വപ്നങ്ങളെ മുഴുവൻ ചിതലെടുക്കുന്ന വിധത്തിൽ വല്ലാതെ തകർത്ത് കളയും. എന്നിട്ട് പറയും ഐ ലവ് യു എന്ന്. ഒരു സ്വർണ്ണ കൂടുണ്ടാക്കിയിട്ട് മകനെ അതിലടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും നോക്കാൻ പാടില്ല, ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, പുറത്തേക്ക് പോകാൻ പാടില്ല, ആകാശത്തെ സ്വപ്നം കാണുക പോലും ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറയുന്നു 24 പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ ലവ് യു, ഐ ലവ് യു എന്ന്. പക്ഷേ ഒരാളെ കൊന്നുകൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നതല്ല ഒരാൾക്ക് സംരക്ഷണം കൊടുക്കൽ. അപ്പോൾ ആദ്യത്തെ അവകാശം സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശമാണ്. അടുത്തൊരു അവകാശം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അതും ഒരു മാനിഫെസ്റ്റോയിൽ വരുന്നതാണ്. അവർക്ക് നിർബന്ധിതമായും വിദ്യാഭ്യാസം നൽകപ്പെടണമുണ്ട്. പിന്നെ കുഞ്ഞിനൊരു പേരിന് അവകാശമുണ്ട്, ദേശീയതയ്ക്കുള്ള അവകാശമുണ്ട്. അടുത്തത് സ്വകാര്യതയും കുട്ടിയുടെ അവകാശമാണ്. നിയമമനുസരിച്ച് ഓരോ കുട്ടിക്കും അവന് കൊടുക്കേണ്ട പ്രൈവസി കൊടുത്തിരിക്കണം.
സ്വകാര്യതയ്ക്ക് അവന് അവകാശമുണ്ട്. ഇനി ഓർക്കണം, നിങ്ങളുടെ കുട്ടിക്കും വിവരാവകാശമുണ്ട്. അതായത് കൊച്ചു കുട്ടിക്ക് പോലും യഥാർത്ഥ വിവരങ്ങൾ അറിയുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ വിവരാവകാശം കൊടുക്കുവാൻ ഭരണകൂടം ബാധ്യസ്ഥരാണ്. ഇനി കുട്ടികൾക്ക് ഒത്തുചേരാനുള്ള അവകാശമുണ്ട്. നമ്മൾ ഏതെങ്കിലും 4 കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഷൻ ആകുന്നുണ്ടല്ലോ. പക്ഷെ നിയമം പറയുന്നതനുസരിച്ച് കുട്ടികൾക്ക് സമാധാനം നിറഞ്ഞ സംഘം ചേരലിന് അവകാശമുണ്ട്. സമാധാനം നിറഞ്ഞ സംഘം ചേരലാണോ അവരുടെ ഒത്തുചേരലെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള വിവേകം മാതാപിതാക്കൾക്ക് വേണം. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി കൂട്ടുകാരോടൊപ്പം അല്പനേരം ചെലവഴിച്ച് കഴിയുമ്പോൾ ആകാശം ഇടിഞ്ഞു വീണു എന്ന മട്ടിൽ സംസാരിക്കുന്നത് അത്ര ശരിയല്ല. കോഷ്യസ് ആകണം. കാരണം ഇപ്പോഴത്തെ ഒത്തുചേരലുകൾക്ക് വല്ലാത്ത വിഷം കലർന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ബി കോഷ്യസ്. ബട്ട് ദെൻ അതിൻ്റെ പേരിൽ അവരൊരുമിച്ച് ചേരുന്നതിനെ വിലക്കുന്നത് ശരിയല്ല എന്ന് നിയമം അനുശാസിക്കുന്നു. ഇനി വൈകല്യം വന്ന കുട്ടികൾ, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ബുദ്ധിപരമാകട്ടെ, അതിനൊരു കുറവായി പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് ഒരു വെല്ലുവിളിയായി അതിനെ സ്വീകരിച്ച് അവരുടെ ബെസ്റ്റിലേക്ക് അവരെ ഉയർത്തിയെടുക്കുവാൻ ഒരു സ്കഫോൾഡിങ് രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും അവകാശമുണ്ട്. അവർക്ക് അത് കുട്ടികളുടെ അവകാശമാണ്. ആ അവകാശം കുട്ടികൾക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് നിയമം പറയുന്നു. വീണ്ടും കുട്ടികൾക്ക്, പ്രിയപ്പെട്ടവരെ, വിശ്രമത്തിന് അവകാശമുണ്ട്. നിങ്ങൾ അല്പനേരം റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ റെസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. മാതാപിതാക്കൾ എന്നോട് ദേഷ്യപ്പെടരുത്. കുട്ടികൾക്ക് വിശ്രമത്തിനുമുണ്ട് അവകാശം എന്ന് കരുതി രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്രമത്തിൽ മാത്രം പൂണ്ടിരിക്കുന്നൊരു കുട്ടിയെ വീണ്ടും വിശ്രമിക്കാൻ വിടൂ എന്നല്ല പറയുന്നത്. മറിച്ച് ഒരു വിനോദത്തിലും വിടാതെ, കളിക്കാൻ വിടാതെ, അവരെ പുറത്തേക്ക് വിടാതെ ഭയങ്കരമായി പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കൾ ഓർക്കുക, ഇതൊക്കെ നിഷേധിക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൻ്റെ സത്തയാണ്. പഠിച്ച് തളരുന്ന കുട്ടിക്ക് വിനോദം മസ്റ്റാണ്. ഇന്നത്തെ കുട്ടികളെ പല മാതാപിതാക്കളും കളിക്കാൻ പോലും വിടുന്നില്ല. കമ്പ്യൂട്ടർ കളിക്കുന്നത് ശാരീരികമായ എക്സർസൈസിന് തുല്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കമ്പ്യൂട്ടർ കളിച്ചതുകൊണ്ട് അവൻ്റെ ബുദ്ധിപരമായ വളർച്ച ഉണ്ടാകാം. പക്ഷേ ശാരീരികമായ അവന് എക്സർസൈസ് അത്യാവശ്യമായതുകൊണ്ട് ഭൂമിയുടെ തണുപ്പും ഭൂമിയുടെ ഊഷ്മളതയും അവൻ സ്വീകരിച്ചുകൊണ്ട് പച്ചപ്പാർന്ന മണ്ണിലൂടെ ഓടിച്ചാടി നടക്കാൻ അവന് സാധിക്കണം. അതിന് അവകാശം ആ കുട്ടിക്കുണ്ട്. അവന് വിനോദത്തിന് അവകാശമുണ്ട്. കുട്ടികളോട് ചേർന്ന് സംഘം ചേർന്ന് കളിക്കാനുള്ള അവകാശം അവനുണ്ട്. ആ അവകാശങ്ങളെല്ലാം നിഷേധിച്ചതിന് ശേഷം ഏതോ ഒരു പ്രിസണിൽ ഏകാന്ത തടവിന് വേണ്ടി വിധിക്കപ്പെട്ടവനാക്കി നിങ്ങളുടെ കുഞ്ഞിനെ മാറ്റരുത്. അങ്ങനെ മാറ്റുന്നത് അത് പാപമാണെന്നും അത് നിയമവിരുദ്ധമാണെന്നും നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടത്ര വിനോദത്തിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. 1974 ഇന്ത്യ ദേശീയ ശിശു നയത്തിന് രൂപം നൽകി. മോട്ടോ എന്തായിരുന്നു? ക്രൂരതയിൽ നിന്നും അവഗണനയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ഇവയിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ വിധത്തിലാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മീഷനുകളൊക്കെ പ്രവർത്തിക്കുക. പല കുട്ടികളുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, പ്രായമെത്തും മുമ്പ്, മൂപ്പെത്തും മുമ്പ് അശ്ലീലത്തിൻ്റെ ലോകത്തേക്ക് അവർ എടുത്തെറിയപ്പെടുകയാണ്. നിയമപരമായി അവർക്ക് സംരക്ഷണം കിട്ടാൻ വകുപ്പുണ്ടോ? ഉണ്ടല്ലോ. അശ്ലീല പ്രസിദ്ധീകരണങ്ങളുടെ വിൽപ്പനയും മറ്റും കുറ്റകരമാണെന്ന് IPC 292 വകുപ്പ് പറയുന്നു. പല പള്ളിക്കൂടങ്ങളോട് ചേർന്ന് അശ്ലീല ഗ്രന്ഥങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ആ കടകളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പരാതി നൽകപ്പെടുകയാണെങ്കിൽ ഈ IPC 292 വകുപ്പ് അനുസരിച്ച് 2 വർഷം വരെ കഠിന തടവും പിഴയും അവർക്ക് കിട്ടിയേക്കാം. ഇനി ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കുക. ആവർത്തിക്കപ്പെടുന്ന പക്ഷം ശിക്ഷയുടെ തോത് കൂടും. 5 വർഷം തടവും 5000 രൂപ വരെ പിഴയും സംഭവിക്കാം. എന്നാൽ ഇത് സാധാരണ ഈ 20 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് മേൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുമ്പോൾ വകുപ്പ് വീണ്ടും മാറുന്നു. 293 വകുപ്പ് അനുസരിച്ച് 20 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളവർക്ക് അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും
ഏറ്റവും ഗുരുതരമായ കുറ്റമാണ്. 3 വർഷം വരെ തടവും പിഴയും വിധിക്കാവുന്ന ഈ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ 7 വർഷം വരെ കൂട്ടാം. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ ഈ അശ്ലീല ഗ്രന്ഥങ്ങളൊക്കെ നൽകി കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാരെയൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സ്വരമുയർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങളുടെ കുഞ്ഞ് വല്ലാത്തൊരു വൈകൃതത്തിൻ്റെ ലോകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന കാഴ്ച കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുകയാണ്. പ്രതികരിക്കണം. നിയമം കുട്ടികളെ സംരക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കലാപരവും സാഹിത്യപരവുമായ മൂല്യങ്ങൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് അശ്ലീല സാഹിത്യത്തിൻ്റെ പ്രക്ഷേപണവും അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റുകളും എല്ലാം നിയന്ത്രിക്കപ്പെടാനും ബാൻ ചെയ്യപ്പെടാനും നിയമപരമായിട്ട് വ്യവസ്ഥയുണ്ട്. ഇനി അപ്പോൾ ചോദിക്കുക, ഒരു കൊച്ചുകുട്ടിയുടെ അവകാശം ആരംഭിക്കുന്നത് എപ്പോഴാണ്? കൊച്ചുകുട്ടിയുടെ അവകാശം ആരംഭിക്കുന്നത് ജനിക്കുന്നത് മുതലല്ല, മറിച്ച് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് മുമ്പേ തന്നെ അമ്മയുടെ ഉദരാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അവൻ അവകാശമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ലിംഗപരിശോധന നടത്തി ഇഷ്ടമില്ലാത്ത കുഞ്ഞിനെ ഗർഭചിത്രം ചെയ്യുന്നത് വലിയ കുറ്റമാണ്. 1994 നിലവിൽ വന്ന ഭ്രൂണഹത്യ നിരോധന നിയമം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കണം. നിയമപ്രകാരം അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി നിയമത്തിൽ വിവരിച്ച അസാധാരണ രോഗങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസവപൂർവ്വ സാങ്കേതിക പരിശോധന പാടുള്ളൂ. അതായത് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ വേറൊരു മാർഗവും കാണാതെ വരുമ്പോൾ ഈ സാങ്കേതിക പരിശോധന നടത്താം. അതല്ലാതെ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ നടത്തുവാൻ പാടില്ല എന്ന് നിയമം അനുശാസിക്കുന്നു. ഇനി ഭ്രൂണഹത്യയ്ക്കു വേണ്ടി സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യുന്നതിനെ തടയാനും നിയമങ്ങൾ ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയും അതുവഴി ആത്മഹത്യ നടത്തുകയും ചെയ്താൽ അത്തരം പ്രേരണ നൽകിയ ആളെ വധശിക്ഷയ്ക്ക് പോലും വിധേയനാക്കാമെന്ന് നമ്മുടെ ശിക്ഷാ നിയമം 305 വകുപ്പ് പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ അമ്മയുടെ അനുമതിയില്ലാതെ ഗർഭചിത്രം നടത്തുന്നതും അത് അമ്മയുടെ മരണത്തിൽ കലാശിക്കുന്നതും 313, 314 വകുപ്പുകളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതും ജനിച്ച ശേഷം കുട്ടിയെ കൊല്ലുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് പ്രഖ്യാപിക്കുന്നു 315 വകുപ്പ്. ഇപ്പോൾ അബോർഷനൊക്കെ വളരെ ഈസിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വീണ്ടും ഓർക്കുക, ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതും ജനിച്ച ശേഷം കുട്ടിയെ കൊല്ലുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് 315 വകുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട്. കുട്ടിയുടെ മരണത്തിൽ കലാശിക്കുന്ന എല്ലാ പ്രവൃത്തികളും വീഴ്ചകളും ശ്രദ്ധയില്ലായ്മയും 316 വകുപ്പിൻ്റെ പരിധിയിൽ വരും. 16 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ സമ്മതത്തോടുകൂടി നടത്തുന്ന ലൈംഗിക വീഴ്ച പോലും ബലാത്സംഗത്തിൻ്റെ ഗണത്തിലാണ് പെടുക എന്ന് ശിക്ഷാ നിയമത്തിൻ്റെ 375 വകുപ്പ് പറയുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ വിധിക്കാവുന്ന കുറ്റം. 377 വകുപ്പിൽ നിർവചിക്കപ്പെട്ട പ്രകൃതി വിരുദ്ധ വീഴ്ചയും കുട്ടികൾക്കെതിരെ നടക്കാറുണ്ട്. ഇവയും ശിക്ഷാർഹമാണ്. കഠിന ശിക്ഷകൾ ഇങ്ങനെ കുട്ടികളെ വഴിതെറ്റിക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. ബാലവ്യഭിചാരവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ്. വ്യഭിചാരത്തിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിൽക്കുന്നതും വാങ്ങുന്നതും വാടകയ്ക്ക് കൊടുക്കുന്നതും വാടകയ്ക്കെടുക്കുന്നതുമെല്ലാം 10 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കൊടും കുറ്റങ്ങളാണ്. ഇനി കുട്ടികൾക്കായുള്ള പ്രത്യേക നിയമങ്ങളുടെ ആ സെക്ഷനിൽ വരുന്നതാണ് ശിശുവിവാഹ നിരോധന നിയമം. 3 മുതൽ 6 വരെയുള്ള വകുപ്പുകളിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് 3 മാസം വരെയുള്ള തടവ് ശിക്ഷയും മറ്റ് കാര്യങ്ങളും. ഇതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തലിന് കുട്ടികൾ ഉപയോഗിക്കുന്നതിനെതിരെ നിയമത്തിൽ 27A എന്ന വകുപ്പ് അനുസരിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ
മയക്കുമരുന്ന് കൃഷി ചെയ്യാനോ നിർമ്മിക്കാനോ വിൽക്കാനോ വാങ്ങാനോ കടത്താനോ അതുപോലുള്ള മറ്റേതെങ്കിലും കുറ്റം ചെയ്യാനോ കുട്ടികളെ ഉപയോഗിക്കുന്നതിന് 10 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ വരെയാകാം. കൂടാതെ 2 ലക്ഷം രൂപ വരെ പിഴയും. കഠിനമായ കുറ്റത്തിന് കഠിനമായ ശിക്ഷ. മാതാപിതാക്കളെ അറിയാൻ വേണ്ടി വീണ്ടും ഒരു കാര്യം പറയട്ടെ. എല്ലാ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നിൻ്റെ അധോലോകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരിച്ചറിയുക, അങ്ങനെ ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞ് അത്തരമൊരു മാഫിയയുടെ ഇരയായി തീർന്നിട്ടുണ്ട് എങ്കിൽ വെറുതെ കരഞ്ഞു തീർക്കേണ്ടതല്ല നിങ്ങളുടെയും ആ കുട്ടിയുടെയും ജീവിതം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നിയമത്തിൻ്റെ വഴിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, ആ കുട്ടിയുടെ അവകാശമാണ്. അതുകൂടി തിരിച്ചറിയുക. ഇനി കുട്ടികൾ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച്, നമ്മളുടെ കേരളത്തിൽ അങ്ങനെ അധികം കുട്ടികളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എങ്കിൽ തന്നെയും ലോകബാങ്ക് നടത്തിയ പഠനമനുസരിച്ച് പ്രതിവർഷം 32,000 കുട്ടികൾ അപകടകരമായ ജോലിക്കിടയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്. 25 ലക്ഷം കുട്ടികൾക്ക് അപകടകരമായ തൊഴിൽ കാരണം അംഗവൈകല്യമുണ്ടാകുന്നുണ്ട്. 60 ലക്ഷം കുട്ടികൾക്ക് അപകടകരമായ തൊഴിൽ ചെയ്തത് കാരണം മുറിവുകളും പരിക്കുകളും ഏൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പലയിടത്തും കുട്ടിത്തൊഴിലാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. മൊത്തത്തിൽ 1996 കുട്ടിത്തൊഴിലാളികളുടെ എണ്ണം 1.7 കോടിയായിരുന്നത്രേ. അത് യഥാർത്ഥ എണ്ണം 4.4 കോടിയാണെന്ന് മറ്റൊരു പഠനം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് എന്തും ചെയ്യിക്കാം, അവർ പ്രതിഷേധിക്കില്ല എന്ന സമീപനം മൂലം പല തൊഴിൽ ഉടമകളും കുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത്തരം ചൂഷണത്തിനെതിരെയും നിയമം കുട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അവസാനമായിട്ട് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ഇടത്തിലെ വളർച്ചയെക്കുറിച്ച് സച്ചിദാനന്ദൻ എന്ന കവി ക്ലാസ് മുറികളെ ശവകുടീരങ്ങളോട് ഉപമിക്കുന്നുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ചില നേരങ്ങളിലൊക്കെ സ്കൂളുകളൊക്കെ ശവകുടീരങ്ങളായിട്ട് മാറുന്നുണ്ട്. ക്ലാസ് മുറികളിൽ കുട്ടികളുടെ അവകാശങ്ങൾ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ ഒരു കാര്യം, കുട്ടിയുടെ ശരീരത്തിൻ്റെ 10% താഴെ ഭാരം മാത്രമേ സ്കൂൾ ബാഗിനുണ്ടാകാൻ പാടുള്ളൂ. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നിയമമനുസരിച്ച് കുട്ടികളുടെ സാധാരണ ഭാരത്തിൻ്റെ 10% താഴെ ഭാരം മാത്രമേ സ്കൂൾ ബാഗിന് ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മളുടെ കുട്ടികളൊക്കെ എന്തൊരു ഭാരവും വഹിച്ചുകൊണ്ടാണ് ശരിക്കും അടിമകളെ പോലെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ ബാഗിന് അമിത ഭാരമുണ്ടോ എന്ന് ഉറപ്പാക്കണം എന്നാണ് നിയമം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ബാഗിൻ്റെ വലിപ്പം ഒരുപാട് കൂടുന്നത് പഠനം പീഡയാകുന്നു എന്നതിൻ്റെ ബാഹ്യചിഹ്നമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പഠനം അത്രയ്ക്ക് ദുഷ്കരമായ പ്രവൃത്തിയായി മാറാൻ പാടില്ല. വളരെയധികം പഠിപ്പിക്കുന്നു, കുറച്ച് മാത്രം പഠിക്കുന്നു എന്ന അവസ്ഥ സ്കൂളിൽ ഉണ്ടാകാതെ സൂക്ഷിക്കപ്പെടണം. ഇനി ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ഉള്ളതുകൊണ്ടാകാം കുട്ടികൾക്ക് സ്കൂളിനെ ഭയം വരുന്നത്. സൈക്കോളജിയിൽ അതിനെ ഡിഡാസ്കലെ ഇനോഫോബിയ എന്നാണ് വിളിക്കുക. അതായത് സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് പേടി വരും. ആ പേടി കുട്ടികൾക്കുണ്ടാകാൻ തക്ക വിധത്തിൽ പഠനത്തിൻ്റെ വൈകല്യ മാർഗങ്ങൾ സ്കൂളിൽ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് മാതാപിതാക്കൾ അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇടയ്ക്കിടെ മാതാപിതാക്കൾ ചെന്ന് അന്വേഷിക്കണം. കുട്ടിയുടെ അവസ്ഥ എക്സാക്റ്റ്ലി സുരക്ഷിതമാണോ, സെക്യൂർ ആണോ, സേഫാണോ എന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെ കുട്ടികൾക്ക് അവകാശങ്ങൾ ധാരാളം. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ കൂട്ടിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ട വെറും പറക്കാക്കിളികളല്ല കുട്ടികൾ. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ കൂട്ടിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ടി വരുന്ന, സ്വയം തപിച്ചും ശപിച്ചും കഴിയേണ്ടി വരുന്ന പറക്കാക്കിളികളല്ല നിങ്ങളുടെ കുട്ടികൾ എന്നൊരു തിരിച്ചറിവുണ്ടാകണം. അവർക്കുണ്ട് അവകാശങ്ങൾ. അവർക്കും ആകാശത്ത് സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്, സ്വപ്നം പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ദൈവം അവരെയും നമ്മെയും സംരക്ഷിക്കട്ടെ. നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു.